ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദി ചാനൽ. ഞാൻ വന്നിട്ടുള്ള ബിഗ് ബോസ് സീസൺ 7 എപ്പിസോഡ് ഞാൻ പറയുമ്പോൾ ലാലേട്ടൻ വന്ന വീക്കെൻഡ് എപ്പിസോഡ് ഞാൻ പറയുമ്പോൾ അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നമുക്ക് തുടങ്ങാം ഗൈസ്. ഓക്കെ, അപ്പോൾ ലാലേട്ടൻ വന്ന് നിന്നിട്ട് നെവിന് എന്താ പ്രശ്നം എന്നുള്ളത് നെവിൻ്റെ അടുത്ത് ഡയറക്റ്റായിട്ട് ചോദിക്കുന്നുണ്ട്. നെവിൻ പറയുന്നുണ്ട് ഒരു പ്രശ്നവുമില്ല ലാലേട്ട എന്നാണ് പറയുന്നത്. ഒരു അനുമോളും ഈ ഒരു ഷാനവാസ് തമ്മിലുള്ള ആ ഒരു അടിയിലേക്ക് പോണതിന് മുമ്പ് ഈ അനുമോളുമായിട്ടുള്ള ഒരു പ്രശ്നത്തെക്കുറിച്ചിട്ടാണ് ആദ്യം തന്നെ ലാലേട്ടൻ ചോദിച്ചിട്ട് ഈ ഒരു നെവിനാണെങ്കിലോ ഒരു പ്രശ്നവുമില്ല, ഈ ഒരു അനുമോളാണെങ്കിലോ പ്രശ്നമുണ്ടായിരുന്നു ലാലേട്ട എന്നാണ് പറയുന്നത്. ഇത് ഈ ഒരു എലിമിനേഷനിൽ ഇട്ടത് കൊണ്ടായിരിക്കാം ഈ ഒരു നെവിന് പ്രശ്നമായിട്ടുള്ളത് എന്നാണ് എനിക്ക് തോന്നാനുള്ള കാരണം. ഇതേ കാരണം തന്നെയാണ് അനുമോൾക്കും തോന്നാനുള്ളത്. പിന്നെ എല്ലാവരുമായിട്ടും ചെറിയ പ്രശ്നം ഒക്കെ ഉണ്ടായിരുന്നു. ഈ ഒരു ആഴ്ച മുതൽ നെവിൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നെവിൻ്റെ അഗ്രസീവ് കാണിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് എന്താ മോനെ പ്രശ്നം എന്നുള്ളത്. ലാലേട്ടൻ്റെ അടുത്ത് വിശദമായിട്ട് ഈ ഒരു നെവിനാണെങ്കിലും പറയുന്നുണ്ട്. ഈ ഒരു പ്രശ്നം നടക്കുന്നതിന് മുമ്പേ എനിക്ക് 2-3 പ്രാവശ്യം ഈ ഒരു ഷാനവാസുമായിട്ട് ചെറിയ രീതിക്ക് തമ്മിൽ അടിയുണ്ടായിരുന്നു. ഈ ഒരു പ്രശ്നത്തിൽ അത് കൈവിട്ട് പോയതാണ് ലാലേട്ട എന്ന് പറയുന്നുണ്ട്. പിന്നെ ഈ ഒരു നെവിനാണെങ്കിൽ ആ ഒരു വീഡിയോ കാണിക്കുന്നുമുണ്ട്. ലാലേട്ടൻ ഒരു മറ്റേ വീഡിയോ കാണിക്കുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മുടെ 8 മണിക്കൂർ എടുത്തു ഇവർ ഹോസ്പിറ്റലിലേക്ക് ഈ ഒരു ഷാനവാസിനെ കൊണ്ടുപോകാൻ, കൺസെഷൻ റൂമിലേക്ക് കൊണ്ടുപോകാൻ. അതും ചോദിക്കുന്നുണ്ട് എന്ത് കാരണം കൊണ്ടാണ് 8 മണിക്കൂർ എടുത്തത് എന്നുള്ളതും അതും വിശദമായിട്ട് പറയുന്നുണ്ട്. ഇവർ തമ്മിലുള്ള ആ ഒരു അടി കഴിഞ്ഞിട്ട് വേണ്ട ഈ ഒരു ഷാനവാസിനെ ഉള്ളിലേക്ക് കൊണ്ടുപോകാൻ. പിന്നെ നമ്മുടെ അനീഷാണെങ്കിലോ എണീക്കോ എന്ന് പറയുന്നുണ്ട്. അതും ചോദിക്കുന്നുണ്ട് ലാലേട്ടൻ. പിന്നെ വന്നിട്ട് ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ടായിരുന്നു, ഗെയിമൊക്കെ കൊള്ളാമായിരുന്നു. നൂറയ്ക്ക് കൺഗ്രാജുലേഷനും കൊടുക്കുന്നുണ്ട്, ഒരു അവാർഡ് മാരിയും കൊടുക്കുന്നുണ്ട്. ആര്യനും ഒരു കൺഗ്രാജുലേഷൻ കൊടുക്കുന്നുണ്ട്. ആദ്യത്തെ പെൺകുട്ടിയാണ് ഇത്, നൂറയ്ക്കാണ് നൽകുന്നത്. നൂറയ്ക്ക് കൺഗ്രാജുലേഷൻസും പറയുന്നുണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ട് ഈ ഒരു നെവിനെ എണിപ്പിച്ച് നിർത്തുന്നുണ്ട്. പിന്നെ ഇന്ന് പോയില്ലെങ്കിൽ ലാലേട്ടൻ പണി കൊടുക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നോമിനേഷൻ ആയില്ലെങ്കിൽ ലാലേട്ടൻ പണി കൊടുക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 7ൻ്റെ പണിയാണ് കൊടുക്കുന്നത്. നമുക്ക് അറിയില്ല ഗൈസ് ഏതാകും എന്നുള്ളത്. ഞാൻ ഇന്നലെ തന്നെ പോകും എന്നാണ് വിചാരിച്ചത്. നെവിൻ പോയില്ല ഗൈസ്. അപ്പോൾ ബൈ ബൈ ഗൈസ്.